നമ്മൾ അന്ന് മുതൽ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. മായൻളുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഖുദുഹും വഹും യഖ്സിമൂൻ. ഇനി നിങ്ങളാരും കൂടുതൽ കാത്തിരിക്കേണ്ടതില്ല, കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾക്കറിയുമോ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാര് അവകാശപ്പെടുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാ മരിച്ചുപോയത്. അല്ലാഹ്, ഈ നൂറ്റാണ്ടിൽ അതുപോലത്തെ ഒരു ബുദ്ധിമാൻ ജനിച്ചിട്ടില്ല പോലും, അങ്ങനത്തെ ഒരു ബുദ്ധിമാൻ ജനിക്കുകയില്ല പോലും. അല്ലാഹ് കൈകൾക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല, കാലുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല. മുഴുവൻ അവയവങ്ങൾക്കും പകരമായി പടച്ച റബ്ബ് ബുദ്ധി കൊടുത്ത മനുഷ്യനാ. ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസാ. ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമി ഇതുപോലെ ഉണ്ടാവുകയില്ല, ഈ പ്രപഞ്ചം ഇതുപോലെ ഉണ്ടാവുകയില്ല, ആകാശം ഇതുപോലെ ഉണ്ടാവുകയില്ല, ഈ സൂര്യൻ ഈ രൂപത്തിൽ ഉണ്ടാവുകയില്ല. ഈ ദുനിയാവാകെ മറിക്കപ്പെട്ട് മറ്റൊരു ലോകമായി തീരുമെന്ന് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് പ്രഖ്യാപിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാ. 2050 ഒരു കലണ്ടർ ഇറങ്ങുമോ? 2100 ഏതാനും ഒരു കലണ്ടർ ഇറങ്ങുമോ? ഇറങ്ങുകയില്ല. അല്ല പറയുന്നു, മായൻദുറൂന, ഇനി ആളുകൾ ചിന്തിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഖുദുഹും വഹും യഖ്സിമൂൻ. ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങാടികൾ ജനനിബിഡമായി കൊണ്ടിരിക്കുമ്പോൾ, ടർഫുകളിലും ക്ലബുകളിലും കളികൾ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ, നിയമസഭയും ലോക്സഭയും രാജ്യസഭയും സജീവ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കോടതികളിൽ കേസുകൾ പൊടിപൊടിക്കുമ്പോൾ, അതേ രാഷ്ട്രീയമായിരിക്കുന്ന പ്രഭാഷണങ്ങളും മറ്റ് കോലാഹലങ്ങളും ലോകത്തുടനീളം നടക്കുമ്പോൾ, ഐക്യരാഷ്ട്രസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും അവനവന്റെ ജോലികളിലും ചുറ്റുപാടുകളിലും മുഴുകുമ്പോൾ, പെട്ടെന്ന് കേൾക്കാം സൈഹത്തൻ വാഹിദ, അതിഭയങ്കരമായൊരു ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് ആളുകളൊക്കെ അങ്ങോട്ട് നോക്കുന്നു, ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, ഇന്നാലിന്ന പട്ടണത്തില് അതിഭയങ്കരമായി ഭൂകമ്പമുണ്ടായി, ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് അതേ ഭൂകമ്പത്തിൽ മരണമടഞ്ഞു, ബിൽഡിങ്ങുകൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, പർവ്വതങ്ങൾ മതാ പൊട്ടിപ്പൊളിഞ്ഞു. അല്ലാഹ്, ഒരു വർഷം മുമ്പല്ലേ കേരളത്തിലെ വയനാട്ടില് ഒരു നാട് മുഴുവനും അങ്ങ് രാത്രിയിൽ കിടന്നുറങ്ങിയതാ, സുഖലോലുപതയോടുകൂടി കിടന്നുറങ്ങിയതാ. നേരം വെളുക്കുന്ന സമയത്ത് 100-300 വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമം കാണാനില്ല, ഒരു വീട് പോലും കാണാനില്ല. അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ തെരച്ചിലുകളും പരിശോധനകളും നോക്കിയിട്ട് ഈ 300ഓളം വീടുകൾക്ക് എത്ര ചെങ്കല്ലുകൾ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്ക്. ലക്ഷക്കണക്കിന് ചെങ്കല്ലുകൾ ഉണ്ടെങ്കിൽ ഒരു കല്ല് പോലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല, മറിഞ്ഞു പോയതാ. എത്ര കുടിച്ചാലും വലിയ വലിയ പാറക്കല്ലുകളല്ലാതെ ആ വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെട്ട കല്ലുകൾ എവിടെ? കോൺക്രീറ്റ് സൗധങ്ങൾ എവിടെ? അതിന്റെ മറ്റുള്ള ഉരുപ്പടികൾ എവിടെ? എല്ലാം തകർന്നു പോയി. ഇതുപോലത്തെ സംഭവങ്ങൾ കേൾക്കുകയാ. അതിന്റെ അലയൊലികളും അവിടുത്തെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവിടെ മറ്റ് കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കി അവസാനം ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ
കേൾക്കാം. അങ്ങകലെ ഭയങ്കരമായി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, അല്ലെങ്കിൽ പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒലിച്ചുപോയി. അതിന്റെ ശബ്ദങ്ങളും കോലാഹലങ്ങളും അതിന്റെ വാർത്തകളൊക്കെ കെട്ടടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം അങ്ങ് ചൈനയിൽ നിന്ന് അതിഭയങ്കരമായിരിക്കുന്ന രോഗം പുറപ്പെട്ടു പോലും, ഒരു വൈറസ് പുറപ്പെട്ടിരിക്കുന്നു പോലും, ലോകത്തെ മുഴുവനും ഞെട്ടിച്ചിരിക്കുന്നു പോലും, ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് അതുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു പോലും. അതിനെതിരെയുള്ള പ്രതിവിധികളും അതിനെതിരെയുള്ള പ്രതിരോധങ്ങളുമൊക്കെ സജീവമായി നടന്ന് അതൊക്കെ ഒന്ന് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം അതിഭയങ്കരമായി സമുദ്രത്തിൽ നിന്ന് അതാ തിരമാലകൾ അടിച്ചു കയറിയിട്ട് സുനാമി അടിച്ചിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ നക്കിയെടുത്ത് പോലും കാണാനില്ല പോലും. ഇങ്ങനെ ഇനി തുടർന്നു കൊണ്ടിരിക്കുന്ന അപകടങ്ങളല്ലാതെ, ദുരിതങ്ങളല്ലാതെ, ദുരന്തങ്ങളല്ലാതെ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ഹബീബ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. സുബ്ഹാനല്ലാഹ്. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ മുത്തുനബി വളരെ കൃത്യമായി നമുക്ക് എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദത്തുഹിദൽ ഫയുദി വലാ വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ വതുഇല്ലിമ ലിഗൈരിദ്ദീൻ വസാദൽ ഖബീലത ഫാസിഖും വലഹറത്തിൽ ഖൈനാത്ത് വകാന സഈമുൽ ഖൗമി അർദലഹും. അല്ലാഹ് പൊതുമുതൽ അവന്റെ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കപ്പെടുന്നു. അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചെലവഴിക്കപ്പെടുന്നു. സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്നു. പൊതുമുതൽ ആ രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യപ്പെടാൻ തുടങ്ങിയാൽ സർക്കാരിന്റെ ഫണ്ടുകളും അതുപോലെ മറ്റു പൊതു ഫണ്ടുകളും അതൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ വസകാത്തു മഗ്റമാ. പടച്ച റബ്ബ് കൃത്യമായിട്ട് പറഞ്ഞ സക്കാത്ത് വളരെ തുച്ഛമായ സക്കാത്ത്, 2.5% സക്കാത്ത്. ലക്ഷക്കണക്കിന് ഉറുപ്പികയുണ്ടെങ്കിലും 2.5%മല്ലേ കൊടുക്കേണ്ടതുള്ളൂ. 10 ലക്ഷം ഉറുപ്പിക സ്റ്റോക്കുള്ളവൻ കൊടുക്കേണ്ടത് 25,000 ഉറുപ്പികയല്ലേ വേണ്ടതുള്ളൂ. ഇങ്ങനത്തെ സക്കാത്തൊക്കെ വലിയ ബാധ്യതകളായി, വലിയ പ്രയാസങ്ങളായി അത് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ വല്ലാത്ത ബാധ്യതകളാ, അതൊക്കെ വല്ലാത്ത കറാമയാ. ഈ രൂപത്തിൽ സക്കാത്തിനെ ആളുകൾ വെറുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നു ഓരോ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഏറ്റവും വലിയ തമ്മാടികളും ദുർനടപ്പുകാരനും ഏറ്റവും വലിയ ഫോഡായ വ്യക്തികളും നേതാക്കന്മാരും അവിടുത്തെ കാര്യകർത്താക്കളുമായി തീർന്നാൽ അവരെടുത്ത നാടിന്റെ ഭരണമുള്ളത്, അവരെടുത്ത കുടുംബത്തിന്റെ ഭരണമുള്ളത്, അവരെടുത്ത കാര്യങ്ങളുടെ കടപ്പുള്ളത്, ആ രൂപത്തിൽ നേതാക്കന്മാരായി ഏറ്റവും വലിയ ദുർനടപ്പുകാര് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിസ്സാരനും നിന്യനുമായ ആളുകൾ കൗമിനെ നയിക്കുന്നവനായാൽ ഓരോരുത്തരെയും അവനവനെ പേടിച്ചുകൊണ്ട് ആദരിച്ചില്ലെങ്കിൽ അതേ വലിയ ആപത്തുകൾ സംഭവിക്കുമെന്ന് ഭയപ്പെട്ട് ഓരോരുത്തരെ പേടിച്ചിട്ട് ബഹുമാനിക്കുന്ന കാലം വന്നാൽ
വഅദ്നാ സദീഖഹു വഅഖ്സാ അബാ. 15ഓളം ലക്ഷണങ്ങൾ മുത്തുനബി പറയുകയാ. സ്വന്തം മാതാവിനെ പ്രയാസപ്പെടുത്തുന്ന കാലം വന്നു. മാതാവിനെ ശാസിക്കുന്ന മക്കളാ, മാതാവിനെ വെറുപ്പിക്കുന്ന മക്കളാ, നൊന്ത് പ്രസവിച്ച ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന മക്കളാ. ഉപ്പയെ അകറ്റി നിർത്തുകയാ. ഉപ്പയ്ക്ക് നൽകേണ്ട ആദരവുകൾ നൽകുന്നില്ല, ഉപ്പയ്ക്ക് എടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. എത്രയെത്ര ഉപ്പമാരാ പള്ളികളിലും മദ്രസകളിലും ദീനീ സ്ഥാപനങ്ങളിലും സജീവമായ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകള്, കൃത്യമായി നിസ്കരിക്കുന്ന മതബോധത്തിൽ ജീവിക്കുന്ന ആളുകള്. പക്ഷെ അവരെ മക്കൾക്ക് പണമുണ്ടായപ്പോഴ്, സാമ്പത്തിക ശേഷിയുണ്ടായപ്പോഴ്, മക്കളെ ആശ്രയിച്ചുകൊണ്ട് ഉപ്പമാര് കഴിയേണ്ട കാലം വന്നപ്പോഴ് ആ ഉപ്പമാർക്ക് നിലയും വിലയുമില്ലാതെ ഉപ്പയുടെ ആദർശമോ ഉപ്പയുടെ മതബോധമോ ഒന്നും കണക്കിലെടുക്കാതെ അവനവന്റെ കൂട്ടുകാരും ചങ്ങാതികളും പറയുന്നത് പോലെ കല്യാണങ്ങൾ നടത്തുന്നു, വീടുകൾ ഫംഗ്ഷനുകൾ നടത്തുന്നു, മഞ്ഞ കല്യാണം നടത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നു, എല്ലാ തോന്നിവാസങ്ങളും നടത്തുന്നു. ഉപ്പാക്ക് സ്വാധീനമില്ല, ഉമ്മയ്ക്ക് സ്വാധീനമില്ല, കാരണവന്മാർക്ക് സ്വാധീനമില്ല. അവർക്ക് അവരെ കൂട്ടുകാരുടെ ആശയങ്ങളും കൂട്ടുകാരെ നിർദ്ദേശിക്കുന്നതും കൂട്ടുകാരുടെ ഇഷ്ടങ്ങളുമാണ് ഏറ്റവും വലുത്. ഈ രൂപത്തിലുള്ള മക്കള് നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ മാത്രമല്ല ദീനിന്റേതല്ലാത്ത ദീനിന് വേണ്ടിയല്ലാതെ അറിവ് പഠിക്കുന്ന കാലം വന്നാൽ ഭൗതികമായ അറിവ് മാത്രമല്ല, ആത്മീയമായി പഠിക്കുന്ന അറിവ് പോലും, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്നത് പോലും, ശർഈയായ ഇൽമ് പഠിക്കുന്നത് പോലും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയായാൽ ഗൾഫിലും വിദേശ നാടുകളിലും ഏറ്റവും സാലറികളുള്ള ജോലി കിട്ടുമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ശർഈന്റെ ഇൽമ് വരെ പഠിക്കുന്ന കാലം വന്നാൽ ഇബാദത്തിന് വേണ്ടിയല്ല, റബ്ബിനെ അറിയാൻ വേണ്ടിയല്ല, തങ്ങളറിയാൻ വേണ്ടിയല്ല, അവനവന്റെ കൽബ് നന്നാക്കാൻ വേണ്ടിയല്ല, അവനവന്റെ ഖബറിലേക്ക് വേണ്ടിയല്ല, മറിച്ച് ഭൗതിക താല്പര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് പഠിക്കുന്ന കാലം വന്നാൽ തീർന്നില്ല. വലഹറത്തിൽ ഖൈനാത്ത്, രാഗം പാടി വിളിക്കുന്ന പെൺകുട്ടികള് സുബ്ഹാനല്ലാഹ്, 1, 2, 3 ദിവസങ്ങളിലായി ലക്ഷങ്ങൾ പൊടിപൊട്ടിക്കുന്ന കല്യാണങ്ങളില് അതാ വരനും വധുവും കൂടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ മുൻപിൽ വെച്ച് ക്യാമറക്ക് ഫോസ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അർദ്ധനഗ്നയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഹാജിയാരുടെ മകളെ അല്ലെങ്കിൽ നല്ല ഉസ്താദുമാരെ മകളെ, എന്തിനേറെ പള്ളിക്കും മദ്രസയ്ക്കും ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ മക്കള് പോലും കല്യാണം നടത്തുമ്പോൾ തന്റെ ഭാര്യയെ സ്റ്റേജിൽ കയറ്റിയിട്ട് അതാ കൈ പിടിച്ചുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ വട്ടം കറക്കിയിട്ട് നൃത്തം ചെയ്യുന്ന കാലം വന്നാൽ, തന്റെ ബോയ്സ് ഫ്രണ്ടുകളെ കൈകൊടുത്ത് സ്വീകരിക്കുന്ന പെൺകുട്ടികൾ വന്നാൽ, അല്ലാ, ആണും പെണ്ണും കൂടിക്കലരുന്നതിൽ ആർക്കും യാതൊരു എതിർപ്പുമില്ല. ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണന്മാർക്ക് അതിനെ കുറിച്ച് പറയാൻ വോയിസുകളില്ല, ഉപ്പാക്ക് പറയാൻ വോയിസുകളില്ല, നേതാക്കൾക്ക് പറയാൻ വോയിസുകളില്ല, ഖതീബിന് പറയാൻ വോയിസുകളില്ല. ആ രൂപത്തിൽ കൈനാത്തുകൾ വെളിവായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളാ, എല്ലായിടത്തും വാദ്യോപകരണങ്ങളാ, പള്ളികളിൽ പോലും വാദ്യോപകരണങ്ങളാ, എല്ലാ സ്റ്റേജിലും വാദ്യോപകരണങ്ങളാ. ആ
ആ രൂപത്തിൽ വാദ്യോപകരണങ്ങളിൽ ലോകത്ത് സജീവമായിട്ട് പ്രകടമായി കഴിഞ്ഞാൽ ഹബീബ് പറയുന്നു വശുരിബത്തിൽ ഖുമൂർ, അതേ ലഹരിയതേറ്റം ഉപയോഗിക്കുന്ന കാലം വന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയും, വിശുദ്ധ ഖുർആൻ വിരോധിച്ചിരിക്കുന്ന കള്ള് അത് വിഷത്തിന്റെ കള്ളല്ല, മുന്തിരിയുടെയും ഈത്തപ്പഴത്തിന്റെയും പ്യൂറായ കള്ളായിരുന്നു. ആ കള്ളിൽ ഒരുപാട് മൻഫഅത്തുകൾ ഉണ്ടായിരുന്നു, ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതാ يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس. അതിൽ മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു. അതേ അങ്ങനത്തെ കള്ളാണ്, അത് നിഷിദ്ധമാകുന്നു ഖുർആൻ പറഞ്ഞത്. കുടിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത്, ഉപയോഗിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത്. അതേ സമയത്ത് ഇന്നത്തെ കള്ളും ഇന്നത്തെ ലഹരിയും ഇന്നത്തെ മറ്റുള്ള വസ്തുക്കളും നിങ്ങൾ വിഷലിപ്തമല്ലയോ? അത് ശരീരത്തിന് ഹാനികരമല്ലയോ? MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മനുഷ്യൻ മരിക്കുകയല്ലേ, മനുഷ്യൻ നശിക്കുകയല്ലേ, മനുഷ്യൻ തകരുകയല്ലേ? അങ്ങനത്തെ കള്ളുകളും ലഹരി വസ്തുക്കളും യഥേഷ്ടം ഉപയോഗിക്കുന്ന കാലം വന്നാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെയും ഏറ്റവും കൂടുതൽ ലഹരിയുടെയും ഉപഭോക്താക്കളായിട്ട് ഈ സമുദായത്തിൽ പിറന്ന മക്കള് വളർന്നു തുടങ്ങിയാൽ, അതേ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികൾ വരെ ലഹരിയുടെയും ലഹരി വസ്തുക്കളുടെയും കാരിയറുകളും കച്ചവടക്കാരുമായി മാറുന്ന കാലം വന്നാൽ, മാത്രമല്ല വ്യഭിചാരം വർദ്ധിച്ചാൽ ആർക്കാ തടസ്സമുള്ളത്? ആരാണരുതെന്ന് പറയുന്നത്? ഞാൻ ഓർക്കുകയാ, ഈ 2025 നദാനവത്സരത്തിന്റെ പുതുമയില് അന്നത്തെ രാത്രി 10-12 മണിയാകുമ്പോൾ, ഒന്നാമത്തെ ന്യൂ ഇയറിന്റെ രാത്രിയില് ഒരു 12 ചെറുക്കന്മാര്, 10-14 വയസ്സുള്ള, 16 വയസ്സുള്ള, ഒന്ന് 14 മറ്റേത് 16 വയസ്സുള്ള 2 ചെക്കന്മാര് കൂടിയിട്ടൊരു പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചോണ്ട് പോവുകയാ. വലിച്ചോണ്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടു നിൽക്കുന്ന 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഈ കുട്ടിയെ എങ്ങോട്ടാ നിങ്ങൾ രാത്രിയിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞത്, ഊരിപ്പിടിച്ച കടാര കൊണ്ട് 18ഓളം കുത്തുകൾ കുത്തി ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കുകയാ. കേരളത്തിൽ നടന്ന സംഭവമാ. ഈ രൂപത്തിലാ വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും നമുക്കിടയിൽ നടമാടുന്നത്. ഇങ്ങനത്തെ കാലം വന്നാൽ നിങ്ങൾ ശക്തമായിരിക്കുന്ന ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കോലം മറിക്കലുകളും പ്രകൃതി ദുരന്തങ്ങളും തുടരെയായി നിങ്ങൾ പ്രതീക്ഷിക്കുക. വേറെയൊന്നും നിങ്ങളെ കാത്തിരിക്കേണ്ടതില്ല, വേറെയൊന്നും ഇനി സംഭവിക്കാനില്ല. ഇതേ നിങ്ങൾക്ക് വരാനുള്ളൂ. വിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഖുദുഹും വഹും യഖ്സിമൂൻ. ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോടതികളിൽ കേസ് സജീവമായി നടക്കുമ്പോൾ, രാജ്യസഭയും ലോക്സഭയും നിയമസഭയും സജീവമാകുമ്പോൾ, ടറഫുകളിലും ക്ലബുകളിലും സജീവമായി കളി നടക്കുമ്പോൾ, ഐക്യരാഷ്ട്രസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ മുഴുവനും അവരുടെ തിരക്കുകളിലായിട്ട് ശൂലായിക്കൊണ്ടിരിക്കുമ്പോൾ, പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാം സൈഹത്തൻ വാഹിദ, അതിഭയങ്കരമായിരിക്കുന്ന കോലാഹലം. അത് തുടരും, 2-3 കൊല്ലം തുടരും. ആ ദുരന്തങ്ങളിൽ സ്വാലിഹീങ്ങൾ മുഴുവനും മരിക്കും. വെറും ചണ്ടികൾ മാത്രം ബാക്കിയാകും.
എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഒരു നാട്ടിലെ ആളുകൾ കാര്യമായി എന്തോ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാ. നാം ഇപ്പോൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ, അങ്ങ് അകലെ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു. ആ പെൺകുട്ടി വരുന്നത് കണ്ട് ഈ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റങ്ങോട്ട് പോകുന്നു. ആ പെൺകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുവരുന്നു. പരസ്യമായി കൈപിടിച്ചു കൊണ്ടുവന്ന് ലൈംഗികമായ ചേഷ്ടകൾ നടത്തുമ്പോൾ അല്ലാഹ് അസ്വാദിഖുൽ മസ്തൂഖ് മുത്തുനബി പറയുകയാ, ആ സമയത്ത് ഇതാ നിങ്ങൾ ഈ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് മാറി നിന്നോ എന്ന് പറയാൻ ആ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ അവൻ സിദ്ദീഖുൽ അക്ബറിനേക്കാൾ വലിയ മുഅ്മിനാണ്. അത് പറയാൻ പോലും ഈ സമൂഹത്തിൽ ആളുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അതൊക്കെ വെറും പർവ്വതീകരിച്ച് പറയലാണ്. ഓലമുണ്ട ഉസ്താദിനെ പോലത്തെ ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ അതേ ട്രെയിനിലൊന്ന് കയറുക. കോളേജിലേക്കും സ്കൂളിലേക്കും കുട്ടികൾ പോകുന്ന സമയത്ത് നിങ്ങൾ ആ ട്രെയിനൊന്ന് യാത്ര ചെയ്താൽ, എന്നെ പോലത്തെ ആളുകളൊന്നും സാധാരണ സ്ലീപ്പറിലോ മറ്റ് അതേ ഈ സാധാ കോച്ചിലോ കയറാറില്ല. മറിച്ച് എസിയിലും അതുപോലെയൊക്കെയാണല്ലോ കയറാറുള്ളത്. സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റിൽ സ്കൂളിലും കോളേജിലും പോകുന്ന സമയത്ത്, കുട്ടികൾ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് കയറിയാൽ കൃത്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ണിൽ കണ്ടതാ. ഏതൊരു പുരുഷനെയും കൂട്ടിപ്പിടിക്കാനോ, ഏതൊരു പുരുഷന്റെയും ശരീരത്തിൽ കേറിയിരിക്കാനോ, ഏതൊരു പെൺകുട്ടിയുടെയും മടിയിൽ കേറിയിരിക്കാനോ, എന്ത് പറയാനോ, ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അപ്പുറത്തും ഇപ്പുറത്തും ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു മടി പോലുമില്ല. അത് കണ്ടു നിൽക്കുന്നവർ കണ്ടു നിൽക്കുകയല്ലാതെ എന്ന് പറയാൻ കഴിയില്ല. എന്തിനേറെ പറയണം, ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ധൈര്യമില്ല. അതാണ് മക്കളെ ലോകം. തങ്ങൾ പറഞ്ഞ വാക്കത്ര സത്യമായി. നിങ്ങൾ ഈ മറയ്ക്ക് പിന്നിലേക്ക് നിന്നോളൂ എന്ന് പറയാൻ അന്ന് സമൂഹത്തിൽ ഒരാളുണ്ടെങ്കിൽ അവൻ അബൂബക്കർ സിദ്ദീഖിനേക്കാൾ വലിയ മുഅ്മിനാണ്. ഇതല്ലേ ലോകത്തിന്റെ കഥ. ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ ഹബീബ് പറയുന്നു, അങ്ങനെ ഈമാനുള്ളവർ മുഴുവനും മരിച്ച് കഴുതകളെ പോലെ ആളുകൾ ചണ്ടികൾ മാത്രമായി തീരുമ്പോൾ അവിടെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അന്ന് ലോകത്തെവിടെയും അല്ലാഹ് പറയുന്നവരില്ല, നിസ്കരിക്കുന്നവരില്ല, അണുമണി തൂക്കം ഈമാനുള്ളവരില്ല, റബ്ബിനെ അറിയുന്നവരില്ല, റബ്ബിനെ പറയുന്നവരില്ല. അങ്ങനത്തെ ഒരു ടീമിലാണ് അവസാനത്തെ കൂത്ത് സംഭവിക്കുന്നത്. അങ്ങനെ വനുഫിഖ ഫിസ്സൂർ,
സൂറെന്ന കാഹളത്തിലൂതിയാൽ ആകാശത്തിലുള്ളവർ മുഴുവനും മരിക്കും, ഭൂമിയിലുള്ളവർ മുഴുവനും മരിക്കും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ഏതാനും വ്യക്തികൾ ഒഴിച്ച് സർവരും മരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങിപ്പോയി. ഈ കാലഘട്ടത്തിലാണത്. അല്ലാഹ് കാട്ടിലുള്ള ജീവികൾ മനുഷ്യന്മാരോടൊന്നിച്ച് ജീവിക്കുകയാണ്. ഒരു പുലിയും ഒരു കടുവയും മനുഷ്യനെതിരെ തിരിയാത്തൊരു കാലം, ഒരു സമ്പത്തും ആർക്കും വേണ്ടാത്തൊരു കാലം. അങ്ങനത്തെ ഒരു കാലം വരും, ഒരു സമയം വരും. അന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. എല്ലാവരും മരിച്ചാൽ അല്ലാഹുവിന്റെ അർശിനെ വഹിച്ചിട്ടുള്ള കെറൂബിയൂൻ എന്ന മലക്കുകൾ മരിക്കുന്നില്ല, അസ്റായീൽ മരിക്കുന്നില്ല, ഇസ്രാഫീൽ മരിക്കുന്നില്ല, ജിബ്രീൽ മരിക്കുന്നില്ല, മീകായിൽ എന്ന മലക്ക് മരിക്കുന്നില്ല, മാലിക് അലൈഹിസ്സലാം മരിക്കുന്നില്ല, റിദ്വാൻ എന്ന മലക്ക് മരിക്കുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾ ഒഴിച്ച് എല്ലാവരും മരിക്കും. എല്ലാ ജീവികളും മരിക്കും. അവസാനമായി ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നത് ഇബ്ലീസുൽ ലഈന. ഇബ്ലീസുൽ ലഈനിന്റെ റാഹുനെ പിടിക്കാൻ അസ്റായീൽ എന്ന മലക്ക് വരുന്നു. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇബ്ലീസിന്റെ ആത്മാവ് പിടിക്കാൻ വരുന്നു. ഇബ്ലീസ് ഓടുന്നു. ഏറ്റവും വലിയ മലമുകളിൽ ചെന്ന് നിൽക്കുന്നു. അവിടെയും മഹാനായ അസ്റായീൽ എത്തുന്നു. സമുദ്രത്തിൽ വന്ന് മുങ്ങുന്നു. അവിടെയും അസ്റായീൽ എത്തുന്നു. ഖിയാമത്ത് നാൾ വരെ, പുനരുദ്ധാരണ നാൾ വരെ എന്നെ ബാക്കി വച്ചേക്കണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം ഇന്നക ലമിനൽ മുൻവരീൻ ഇലാൽ വഖ്തിൽ മഅലൂം. അറിയപ്പെട്ട സമയം വരെ, ഒന്നാമത്തെ ഉത്ത് വരെ അല്ലാഹു ടൈം കൊടുത്തത്. ഈ എല്ലാ ഭാഗങ്ങളിലൂടെയും ഇബ്ലീസുൽ ലഈനിനെ റബ്ബിന്റെ മലക്കുകൾ വലയം ചെയ്യുന്നു. അസ്റായീൽ ആത്മാവ് പിടിക്കുന്നു. ഇക്കാലമത്രയും ആരുടെയൊക്കെ ആത്മാവ് പിടിച്ചിരിക്കുന്നുവോ അവരുടെ മുഴുവനും ആത്മാവ് പിടിക്കുന്ന സമയത്ത് അനുഭവിച്ച വേദന മുഴുവനും നൽകിയിട്ട് ആ ഇബ്ലീസിന്റെ ആത്മാവും മഹാനായ അസ്റായീൽ പിടിക്കുകയോ. എല്ലാ ജീവജാലങ്ങളും മരണപ്പെട്ടു. അസ്റായീൽ കിടന്ന് വിറക്കുന്നു. ചോദിക്കുന്നു, പടച്ച റബ്ബ്, ഇനി ആര് ബാക്കിയുണ്ട്? ദാത്തുക്കൽ മുഖദ്ദസ്, നിന്റെ പരിശുദ്ധമായ ദാത്ത് ബാക്കിയുണ്ട്. പാവപ്പെട്ട അസ്റായീലുണ്ട്, മീകായീലുണ്ട്, ഇസ്രാഫീലുണ്ട്, ജിബ്രീലുണ്ട്. മുഖറബായ ഈ 4 മലക്കുകൾക്ക് പ്രത്യേകം കണക്കാക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. സിദ്റത്തുൽ മുന്തഹയുടെ അരികിലോ ജിബ്രീലിന്റെ മക്കാം. ഓരോ മലക്കും ആ മക്കാമിന്റെ അരികിലെത്തുന്നു. അല്ലാഹുവിനെ തൊട്ട് 70 ഹിജാബുകൾക്കപ്പുറം, അതിനെ തൊട്ട് വീണ്ടും 14 ഹിജാബുകൾക്കപ്പുറം, അതിനെ തൊട്ട് വീണ്ടും 21 ഹിജാബുകൾക്കപ്പുറം ഓരോ മലക്കുകൾക്കും നിശ്ചയിക്കപ്പെട്ട മക്കാമാണ്. ആ മക്കാമിൽ ചെന്ന് മഹാനായ അസ്റായീൽ ആത്മാവ് പിടിക്കുന്നു.
അതിനുശേഷം മഹാനായ അസ്രായീലിന്റെ ആത്മാവ് പിടിക്കാൻ നിൽക്കുകയാ. ആര് ബാക്കിയുണ്ട്? ദാത്തുക്കൽ മുഖദ്ദസ് അബ്ദുക്കൽ മിസ്കീനുൽ മയ്യിത്ത് അസ്രായീൽ. നിമിഷ നേരം കൊണ്ട് മരിക്കാൻ നിൽക്കുന്ന ഈ അസ്രായീൽ ബാക്കിയുണ്ടല്ലാ. അസ്രായീലിന്റെ ആത്മാവും പിടിക്കുന്നു. എനിക്ക് റൂബിയൂൻ എന്ന മലക്കുകള്, അല്ലാ, പിന്നെ റിദ്വാൻ എന്ന മലക്ക്, മാലിക് എന്ന മലക്ക, അല്ലാത്തവരൊക്കെ മരിച്ചിരിക്കുകയാ. അല്ലാഹ് ചോദിക്കുകയാ, ലിമനിൽ മുൽക്കുൽ യൗം, അധികാരം ആർക്കാണടോ? ഇന്ന് ആർക്കാണ് അധികാരം? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിമാരെവിടെ? ലോകം വിറപ്പിച്ച വില്ലാളി വീരന്മാരെവിടെ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എവിടെ? എല്ലാം എന്റെ കയ്യിലൊതുക്കി എന്ന് അവകാശപ്പെടുന്ന 32 വയസ്സുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച് മരണത്തിന് കീഴടങ്ങിയ അലക്സാണ്ടർ എവിടെ? അതുപോലെ നെപ്പോളിയൻ എവിടെ? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിമാരെവിടെ? ഒരാളും മിണ്ടുന്നില്ല, മിണ്ടാനാളില്ല. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമി മുഴുവനും ശവങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആകാശത്ത് നിന്ന് തിമിർത്ത് മഴ പെയ്യുന്നു. അങ്ങനെ ഭൂമി വൃത്തിയാകുന്നു. അതിനുശേഷം മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം കറൂബിയൂൻ എന്ന മലക്കുകൾ ചെന്ന് ഇസ്രാഫീലിനെ വിളിച്ചുണർത്തുകയാ. തുറന്ന കളം കയ്യിൽ കൊടുക്കുകയാ. വീണ്ടും വിളിക്കുകയാ. ആ വിളിക്കാൻ ഒരുങ്ങുന്നതിന്റെ മുമ്പ് ഹബീബ് മുത്തുനബിയെ അല്ലാഹ് ഉണർത്തുകയാ. റിദ്വാൻ എന്ന മലക്കിനെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട മുത്തുനബിക്കുള്ള 70 ഹുല്ലകൾ കൊണ്ടുവരികയാ. താജുൽ കറമ എന്ന കിരീടം കൊടുക്കുകയാ. അതിനു പിറകെ ബുറാഖ് തയ്യാറാക്കുകയാ. ലിവാഉൽ ഹംദ് എന്ന കൊടിയും കൊടുക്കുകയാ. ഈ 4 മലക്കുകളെയും വിളിച്ചുണർത്തിയിട്ട് മുത്തുനബിയെ ഉണർത്താൻ പറഞ്ഞയക്കുകയാ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ഈ ഭൂമി മറ്റൊരു ഭൂമിയായി മറിക്കപ്പെടും. ആകാശം മറിക്കപ്പെടും. ഈ ഭൂമിയിൽ കുന്നുകളില്ല, കുഴികളില്ല, റോഡുകളില്ല, തോടുകളില്ല. അതേ, ഫയദറുഹാ കഅൻ സഫ്സഫൻ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. ആകാശത്ത് നിന്ന് തിമിർത്ത് പെയ്ത മഴയോടുകൂടെ ഈ ഭൂമി മുഴുവനും മറിക്കപ്പെട്ടു. എവിടെയും കുന്നുകളില്ല, കുഴികളില്ല, ഒന്നുമില്ല. അതല്ലേ വിജനമായ ഭൂമിയാ. കെട്ടിടങ്ങളില്ല, പർവതങ്ങളില്ല, കല്ലുകളില്ല, അടയാളങ്ങളില്ല, ഒരു നാടും തിരിച്ചറിയില്ല. ഈ 4 മലക്കുകൾ വന്ന് മുത്തുനബിയെ വിളിച്ചുണർത്താൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോ മുത്തുനബി എവിടെയാ? മക്ക എവിടെയാ? മദീന എവിടെയാ? റൗള എവിടെയാ? തിരിച്ചറിയൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് ആ രൂപത്തിൽ മാറിപ്പോയി. 23,000 തവണ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് റൗള എവിടെയെന്നറിയില്ല. ആ നിലക്ക് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് മേൽപോട്ടടിച്ച് വീശുന്നൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഈ 4 മലക്കുകളും ചെല്ലുന്നു.
ഹബീബായ തങ്ങളെ ചുറ്റും നിൽക്കുന്ന ആ ചുറ്റും നിൽത്തിട്ട് വിളിക്കാൻ തങ്ങളെ ഉണർത്തണം. ആദ്യമായി ഖബറ് പൊട്ടി പുറത്തു വരുന്നത് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആര് വിളിക്കും? ഞാൻ വിളിക്കൂല, ഞാൻ വിളിക്കൂല. 4 മലക്കുകളും വിട്ടു നിൽക്കുകയാണ്. ജിബ്രീൽ പറയുന്നു ഞാൻ വിളിക്കൂല. അസ്റായീലിനോട് പറയുന്നു നിങ്ങളല്ലേ അവിടുത്തെ ആത്മാവ് പിടിച്ചത്, നിങ്ങൾ വിളിക്കണം, ഞാൻ വിളിക്കൂല. എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിമിത്തമായിട്ട് കാണുന്ന സൂറന്ന കാലത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ വിളിക്കണം എന്ന് മഹാനായ ഇസ്രാഫീലിനോട് പറയുന്നു. ഞാൻ വിളിക്കൂല. അവസാനം മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം മുത്തുനബിന്റെ ചുറ്റുഭാഗത്തു നിന്നിട്ട് അതാ വിളിക്കുന്നു. ആ ഹബീബ് റസൂലുള്ളാഹ് അങ്ങെഴുന്നേൽക്കുന്നു. ഖബർ പൊട്ടിപ്പിളരുന്നു. ഇത് സമാഉൻ ശഖ്ഖത് വാദിനത്തിൽ അബ്യാ വഹഖത് വഇദൽ അർളു മുദ്ദത് വൽഖത് മാ ഫീഹാ. ആ ഭൂമിയിലുള്ളത് മുഴുവനും പുറത്തേക്ക് തള്ളാൻ സമയമായി. ആ ഭൂമി പൊട്ടിപ്പിളർന്ന് ഹബീബിന്റെ മുഖത്തിൽ നിന്ന് മണ്ണുകൾ ഇങ്ങനെ ചുതാ റസൂലുള്ളാഹി 2 കൈകളെ കൊണ്ട് തുടക്കുകയാണ്. തുടച്ച് പുറത്ത് വരുന്നു. ആ പുറത്ത് വരുന്നതോടുകൂടി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന 70 ഹുല്ലകൾ തങ്ങൾക്ക് ധരിപ്പിക്കപ്പെടുന്നു. താജുൽ കറാമ എന്ന കിരീടം വെക്കപ്പെടുന്നു. അദാലിവാഉൽ എന്ന കൊടിയുമേന്തി ബുറാഖ് എന്ന വാഹനത്തിൽ തങ്ങളെ കയറ്റിയിരുത്തിയിട്ട് പോകുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വലത്ത് കൈയിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഇടത്ത് കൈയിലും പിടിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ എഴുന്നേറ്റ് വരും, ഇതുപോലെ ഞങ്ങൾ എഴുന്നേറ്റ് വരും. ആ തങ്ങൾ എഴുന്നേറ്റ് ഈ ബുറാഖിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് മുൻപിൽ ഒരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ വളരെ ചുരുക്കിയിട്ടാ പറയുന്നത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾക്കിരിക്കാൻ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ തങ്ങളെ കൊണ്ടുവന്നിരുത്തുന്നു. ഇരുത്തിയതിന് ശേഷം മഹാനായ ഇസ്രാഫീൽ മുത്തുനബിന്റെ പിറകിൽ നിന്ന് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്. 40 ദിവസം പിന്നെയും ഭൂമിയിൽ മഴ പെയ്യുന്നു. മഴ പെയ്തുന്നു മാഉൽ ഹയാ എന്ന വെള്ളമാണ്. ആ വെള്ളം പെയ്തിട്ട് ആ 7 മുഴം മേൽപ്പോ ഭൂമിയുടെ ഉപരിതലത്തിലും 7 മുഴം ഭൂമിയുടെ താഴ്ഭാഗത്തേക്കും ആഴ്ന്നിറങ്ങിയിട്ട് ഭൂമി മൊത്തം കുതിർന്ന് ആ കുതിർന്ന ഭൂമിയിൽ നിന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഭൂമി മൊത്തം കുതിർന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ തങ്ങളെ പിറകിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നു. യാ യത്വൽ ഇലാമുൽ ബാലിയ വൽഹുമുൽ മുതമസ്സിഖ والأشعار المتفرقة والشعور المتفرقة اجمعوا لفصل القضاء. إذا നുരുമ്പിപ്പോയ എല്ലുകളെ, ചിന്നിച്ചിതറിയ മാംസങ്ങളെ, വിട്ടിവിരിഞ്ഞ അവയവങ്ങളെ
എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, റബ്ബിന്റെ ദർബാറിലേക്ക് ഒരുമിച്ചു കൂടൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാനും നീയും എന്താ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഒരു മനുഷ്യൻ മരിച്ച് മറവ് ചെയ്ത് അവന്റെ എല്ലും ശരീരവും ഒക്കെ മണ്ണിൽ ദ്രവിച്ച് മണ്ണായി തീർന്നാൽ അതേ രൂപത്തിൽ വേറെ ഒരു മനുഷ്യനെ പടക്കുകയല്ല. ആ മനുഷ്യന്റെ ശരീരം, ആ മനുഷ്യന്റെ എല്ലുകൾ, ആ മനുഷ്യന്റെ രോമങ്ങൾ, ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ, മാർക്ക കല്യാണം നടത്തുന്ന സമയത്ത് തന്റെ ലിംഗത്തിന്റെ അഗ്രം മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും അല്ലാഹ് തിരിച്ചു കൊണ്ടുവരികയാ, വേറെ പടക്കുകയല്ല. എല്ലാം റബ്ബ് തിരിച്ചു കൊണ്ടുവന്ന് ആ ഖബറിന്നങ്ങി എഴുന്നേൽക്കുന്നു. ഖബർ പൊട്ടിപ്പിളർന്ന് ആ ഖബറിൽ നിന്ന് നമ്മുടെ പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പാവക്കക്കുരു മുളക്കുന്നത് പോലെ നമ്മൾ മണ്ണിൽ ഒരു കാരക്കക്കുരു കുഴിച്ചിട്ടാൽ എത്ര ഉറപ്പുള്ള കുരുവാണെങ്കിലും അത് പൊട്ടിക്കാൻ പറ്റുമോ? ഒരു ഈത്തപ്പഴത്തിന്റെ കുരു കടിച്ചാൽ പൊട്ടുവോ? അത് അടിച്ചാൽ പൊട്ടുവോ? അതേ സമയത്ത് ആ കുരു മണ്ണിലിട്ട് കുതിർത്തി വെള്ളമൊഴിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ കുരു പൊട്ടിയിട്ട് മുള വരുന്നത് പോലെ സർവ ഖബറുകളിൽ നിന്നും മനുഷ്യന്റെ ഡെഡ് ബോഡി എവിടെയൊക്കെയുണ്ടോ അവിടുന്ന് പൊട്ടി മുളച്ച് വരുന്നു. ഓരോ മനുഷ്യനും അവനവന്റെ ഖബറിന്റെ അടുത്ത് വളഞ്ഞു കുത്തിയിട്ടാ നിൽക്കുന്നത്. ഞാൻ അതാണ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത്. ഒരു പുളിങ്ങാക്കുരു മുളച്ചു വരുന്നത് ഇങ്ങനെയാണ്. അതേ രൂപത്തിൽ മനുഷ്യൻ മുളച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മുളച്ചു വരുന്ന സമയത്ത്, ആ മനുഷ്യനെ മറവ് ചെയ്ത സമയത്ത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലല്ല, മറിച്ച് അവൻ ജനിച്ചത് മുതൽ മരണം വരെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന രോമങ്ങളും അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന നഖങ്ങളും അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് റബ്ബ് തിരിച്ചു മടക്കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് ഖുർആനിൽ പച്ചക്ക് പറയുന്നു, യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജാ. നാസൂർ എന്ന കാലത്തിൽ ഊതുമ്പോൾ നിങ്ങൾ വരും അഫ്വാജാ, പല സംഘങ്ങളായിട്ട്. ചിലരുടെ മുഖം നേർക്കല്ല, മുഖം നേരെ മാറിയിട്ടുണ്ട്. ചില ആളുകൾ ഖബറിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ മുഖം മനുഷ്യന്റെ മുഖമല്ല, പന്നികളെ പോലെ കോലം മറിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവര് നടക്കുന്നത് കാലിന്മേലല്ല, അവര് മുഖം കുത്തി നടക്കുന്നു. ആ രൂപത്തിലാ നിൽക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ എങ്ങനെയാണ് മുഖം കുത്തി നടക്കുന്നത്? അല്ലാഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞ മറുപടി, രണ്ട് കാലിൽ നടത്തിയ റബ്ബ് അവരെ മുഖം കുത്തി നടത്തുന്നതാ. ബുദ്ധിയുള്ള മനുഷ്യ ചിന്തിച്ചോ, ഒരു മനുഷ്യന്റെ വെയിറ്റ് എടുത്ത് നോക്കിയാൽ അവന്റെ മുക്കാൽ ഭാഗവും അരക്ക് മേപ്പെട്ടാണ്. അരയുടെ കീപ്പോട്ട് അരക്ക് താഴെ, അതേ കാൽ ഭാഗമല്ലേ വെയിറ്റ് ഉള്ളൂ. ഈ കുറഞ്ഞ വെയിറ്റ് ഉള്ളതിലാണ് ഇത്രയും കൂടുതൽ വെയിറ്റ് ഉള്ള മനുഷ്യൻ നിൽക്കുന്നത്. ഈ മൈക്ക് അങ്ങനെ നിൽക്കുവോ? നിൽക്കൂല. ഈ മൈക്കിന് ഏറ്റവും ഇത് നിൽക്കണമെങ്കിൽ സ്റ്റാൻഡിന് ഏറ്റവും കൂടുതൽ ഭാരം അതിന്റെ താഴെ വേണം. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ വെയിറ്റ് മുഴുവനും മുകളിലാണ്, താഴേക്ക് വെയിറ്റ് കുറവാണ്. ഈ വെയിറ്റ് കുറവുള്ള രണ്ട് കാലിൽ ഇത്രയും വെയിറ്റ് ഉള്ള മനുഷ്യനെ നിർത്തിയ റബ്ബില്ലേ,
മനുഷ്യന്റെ ബാലൻസ് റബ്ബ് ശരിപ്പെടുത്തിയത് 2 ചെവിയിലാണ്. ചെവിയിലാണ് അല്ലാഹു തആല നമ്മുടെ ബാലൻസ് ശരിപ്പെടുത്തിയത്. അതുകൊണ്ട് ആ ചെവി അടക്കിയിട്ടൊന്ന് കിട്ടിയാൽ ഒട്ടുമിക്ക ആളുകളും കറങ്ങി വീണു പോകും. ചെവിക്ക് ബാലൻസ് തെറ്റിയാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റൂല. അല്ലാഹു ഈ 2 കാലിൽ നിർത്തി നടത്തുന്ന റബ്ബ്, അതേ പടച്ച റബ്ബ് നിന്റെ മുഖം നിലത്ത് കുത്തി കാലുകൾ മേൽപോട്ട് ഉയർത്തി നിന്നെ നടത്തുന്നതാ. ഇത് ഖുർആനിലുള്ളതാ. വനശുറുഹും അലാ വുജൂഹിഹിം, അവരെ മുഖങ്ങളുടെ മേൽ നടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുന്നവരുണ്ട്, വീർത്ത വയറുമായി വരുന്നവരുണ്ട്, കൊടല് മുഴുവനും പുറത്ത് ചാടുന്നവരുണ്ട്. അതേ, ഈ ചുണ്ട് താഴേക്ക് തൂങ്ങിയിട്ട് പൊക്കിളിലെത്തുന്നവരുണ്ട്, മേലെ ചുണ്ട് മൂർധാവിലെത്തുന്നവരുണ്ട്. ആഖിർ സമാനിലെ മക്കളെ, മുസ്ലിമീങ്ങളെ, ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, അഇമ്മത്ത് പറഞ്ഞ അഭിപ്രായങ്ങളല്ല. അല്ലാഹുവിന്റെ റസൂല് നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ സത്യങ്ങളാ. ആഖിറത്തിന്റെ കാര്യം തങ്ങൾ പറഞ്ഞത് ഉറപ്പിക്കലല്ലാതെ മറ്റു വകുപ്പുകളില്ല. നിന്റെ അറിവിന്റെ മാപിനി കൊണ്ടടക്കാൻ പറ്റില്ല. മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കല. ഇതൊക്കെ സത്യവും കൃത്യവുമാണ് എന്ന് ബോധ്യപ്പെടുത്താനാ ചന്ദ്രൻ പിളർത്തിയിട്ട് തങ്ങൾ കാണിച്ചു തന്നത്, ഈന്തപ്പന നടത്തി കാണിച്ചു തന്നത്, ചരക്കല്ല് തസ്ബീഹ് ചെല്ലിപ്പിച്ച് കൽപ്പിച്ചു തന്നത്, കൈവിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ചു കാണിച്ചു തന്നത്. അതേ 90,000 അത്ഭുതങ്ങൾ മുത്തുനബി കാണിച്ചു തന്നത്. ഇത് സത്യമാ, ഇത് വ്യക്തമാ എന്ന് ബോധ്യപ്പെടുത്താനാ ഇങ്ങനത്തൊരു ദിവസം വരാനുണ്ട്. ഓർക്കണത് നല്ലതാ. ഫഹൽ തൻതദിറൂന ഇല്ലാ ഗിനൻ മുത്ഗിയാ ഔ ഫഖറൻ മുൻസിയാ ഔ മറദൻ മുഫ്സിദാ ഔ ഹറമൻ മുഫന്നിദാ ഔ മൗതൻ മുജ്ഹിസാ ഔ الدجالا فإنه شر غائب ينتظر أو الساعة فالساعة هي أدهى وأمر قال رسول الله. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അടുത്തൊരു ഉറൂസ് നമ്മൾ ഇവിടെ വഅദ് പറയാനാണെങ്കിൽ, കഴിഞ്ഞ ഉറൂസിന്റെ സമാപനത്തിൽ വഅദ് പറഞ്ഞ ആള് ഖബറിലെത്തിപ്പോയി. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇനി അടുത്തൊരു ഉറൂസിനൂടെ വഅദിന് വരുമ്പോൾ ആയിരക്കണക്കിന് സംഭവങ്ങൾ പറയും, സംഭവിച്ച കഥകൾ പറയും. ഇതേ നിങ്ങൾക്ക് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഇനി വരാനുള്ളൂ. അതിഭയങ്കരമായ സാമ്പത്തിക ശേഷി ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ വരും. റബ്ബിനെയും ദീനിനെയും ഒക്കെ മറന്നു പോകുന്ന, അഹങ്കാരിയാക്കി തീർക്കുന്ന സാമ്പത്തിക ശേഷി. മനുഷ്യൻ അല്ലാഹു തആല മനുഷ്യന് കണ്ടമാനം സമ്പത്തും സൗകര്യങ്ങളും തുറന്നു കൊടുത്താൽ മനുഷ്യൻ അതിക്രമികളാവും, അക്രമികളാവും. പണം കൂടിയപ്പോഴല്ലേ കല്യാണത്തിന്റെ ദിവസം കൂടിയത്? പണം കൂടിയപ്പോഴല്ലേ ലഹരിയുടെ ഉപയോഗം കൂടിയത്? പണം കൂടിയപ്പോഴല്ലേ തോന്നിവാസങ്ങൾ കൂടിയത്? പണം കൂടിയപ്പോഴല്ലേ വഅദ് കേൾക്കാൻ മടിയായത്? പണം കൂടിയപ്പോഴല്ലേ ദിക്റിന്റെ വേദിയിൽ ആളുകൾ കുറഞ്ഞത്? പണം കൂടിയപ്പോഴേ ഏത് പണക്കാരാ വഅദ് കേൾക്കാൻ വരുന്നത്? ഏത് പണക്കാരാണ് ദിക്ർ എല്ലാം വരുന്നത്? ഏത് പണക്കാരാണ് പടച്ച റബ്ബിനെ പറ്റി ഓർക്കുന്നത്?
ഏത് പണക്കാരാ പടച്ച റബ്ബിനെ പറ്റി പറയുന്നത്? പിരിവ് കൊടുക്കും, ശരിയാണ്, സംഭാവന കൊടുക്കും. അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നവരാര്? റബ്ബിനെ പറ്റി പറയുന്നവരാര്? റബ്ബിനെ പറ്റി ചിന്തിക്കുന്നവരാര്? റബ്ബിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നവരാര്? റബ്ബിന്റെ ശിക്ഷ പേടിക്കുന്നവരാര്? റബ്ബിനെ പേടിക്കണമെന്ന് പറയുന്നവരാര്? വലൗ ബസത്തല്ലാഹു റിസ്ക ലിഇബാദി ലബഗൗ. അതാണ് ഖിനൻ മുത്ഖിയ. നാളെ നിങ്ങളൊക്കെ ഒരുപക്ഷെ വലിയ കോടീശ്വരന്മാരാവാൻ സാധ്യതയുണ്ട്. ഗൾഫിലോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ വലിയ സാലറിയുള്ള ജോലിയോ ഒക്കെ കരസ്ഥമാക്കി വലിയ പണക്കാരാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പണക്കാരായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം തകർക്കുന്ന അഹങ്കാരികളായി തീരും. പിന്നെ നിങ്ങൾക്ക് ആലിമീങ്ങളെ കണ്ടുകൂടാ, ഉള്ളത് പറയുന്നവരെ കണ്ടുകൂടാ, ദീൻ പറയുന്നവരെ പറ്റൂല, അതൊന്നും പിന്നെ ഇഷ്ടപ്പെടൂല. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഔ ഫഖറൻ മുൻസിയ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം, സാമ്പത്തിക മാന്ദ്യം. 977 മുതൽക്കാണ് ഇവിടെ പണമൊഴുകിയത്. പിന്നീട് ഇങ്ങനെ പണം ഇങ്ങനെ കുത്തി ഒലിക്കുകയായി, മാലിങ്ങനെ ഒലിച്ചിറങ്ങിയായിരുന്നു. 2010 മുതൽക്കാ പിറകോട്ട് പോയത്. ഇനി ഒരിക്കലും സാമ്പത്തികമായ അഭിവൃദ്ധി വരൂല, ഈ മാന്യം തീരുകയില്ല. ഞാൻ പറയുന്നു, തീരൂല. ഖിയാമത്ത് നാളിന്റെ കാലഘട്ടം അടുത്ത് മുത്തുനബി പറഞ്ഞു, ഒരു കാളയുടെ തലക്ക് വേണ്ടി 40 ആളുകൾ പിടിയും വലിയും കൂടുന്ന രൂപത്തിൽ ദാരിദ്ര്യം വരും ലോകത്ത്. അതിന്റെ മുമ്പ് വന്ന സാമ്പത്തിക അഭിവൃദ്ധി അപ്പൊ കഴിഞ്ഞു പോയത്. ഇപ്പൊ വീടിന്റെ വലിപ്പം നമുക്ക് മതിയാകുന്നില്ല, സൗകര്യം മതിയാകുന്നില്ല, വാഹനങ്ങളുടെ എണ്ണം നമുക്ക് മതിയാകുന്നില്ല, കല്യാണത്തിന് ദിവസം നമുക്ക് മതിയാകുന്നില്ല. എല്ലാം നമുക്ക് കണ്ടമാന. അത് സാമ്പത്തികമായ ഫയലാൻ ഒരിക്കല. ഇനി അതങ്ങ് പോയിട്ട് എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം വരും. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടാ പാടുപെടും. തന്റെ പിഞ്ചു മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടും. പലസ്തീനും ഗസയിലും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ കാണുന്നില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ കാണുന്നില്ലേ? അത്തരത്തിൽ ഭയങ്കരമായ ദാരിദ്ര്യം നിങ്ങൾക്കൊരു പക്ഷേ വരും. ആ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് ബാദിറൂ ബിൽ അഅ്മാൽ, അമൽ ചെയ്യണേ. ആ ദാരിദ്ര്യം വന്നാ പിന്നെ നിങ്ങൾക്കൊന്നിനും കഴിയില്ല. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഔ മൗതൻ ഔ മറദൻ മുഫ്സിദാ, നിങ്ങളെ പാടെ തകർക്കുന്ന രോഗമായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് വന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദിന് പറ്റുന്നില്ല, മുട്ട് വളയുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ഒരു ഭാഗത്തേക്ക് കോടിപ്പോയി. മോനെ, ജീവിതത്തിൽ 10, 40, 50 കൊല്ലം ജീവിച്ചിട്ട് ഇന്ന് വരെ വിശുദ്ധ ഖുർആൻ ഒരു ഖത്മ് തീർത്ത് ഓതാത്ത എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പെട്ടെന്നാ നിനക്ക് സ്റ്റോക്ക് വരുന്നതെങ്കിൽ, നിന്റെ വായൊരു ഭാഗത്തേക്ക് കോടിപ്പോകുന്നതെങ്കിൽ, നിനക്ക് കിടന്ന കിടത്ത് എഴുന്നേൽക്കാൻ പറ്റാത്ത രോഗം വരുന്നതെങ്കിൽ, ക്യാൻസർ വരുന്നതെങ്കിൽ, അൾസർ വരുന്നതെങ്കിൽ, കിഡ്നിക്ക് വീക്കൻസ് വരുന്നതെങ്കിൽ, ഇങ്ങനത്തെ രോഗം നിനക്ക് വരാം. എത്ര പെട്ടെന്ന് വരാം. ആ രോഗം വന്നാൽ പിന്നെ നിനക്കൊരു സുജൂദ് കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല, ഒന്നിനും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് അതിന് മുമ്പായി നീ അമലുകൾ ചെയ്യണേ. അതുമല്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്നത്
ഔ മൗതൻ മുജ്ഹിസ ഔ ഹറമൻ മുഫന്നിദ. നിന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന പ്രായമായിരിക്കും, വാർദ്ധക്യമായിരിക്കും, അത്തും മുത്തുമായിരിക്കും. ആരാ മക്കളെന്നറിയില്ല, മരുമക്കളെന്നറിയില്ല, മുണ്ടുടുക്കണമെന്നറിയില്ല, ഔറത്ത് മറക്കണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. ഇങ്ങനെ നിന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്ന വാർദ്ധക്യം നിനക്ക് വന്നാൽ അതേ നിനക്ക് വരാൻ വരുന്നത്, അതുമല്ലെങ്കിൽ വരാൻ പോകുന്നത് ഔ മൗതൻ മുജ്ഹിസ, പെട്ടെന്നുള്ള മരണമാണ്. രാത്രി 12 മണി വരെ വാള് പറഞ്ഞ് പിന്നെ കുടുംബത്തിലൊക്കെ പോയി 4 മണിക്ക് വീട്ടിലെത്തി, സുബഹി നിസ്കാരവും കഴിഞ്ഞ് അദ്കാറുകളും ചൊല്ലി പെട്ടെന്ന് ഒരൊറ്റ വികല മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ, ദറജ ഉയർത്തട്ടെ. ഇങ്ങനെ പെട്ടെന്നുള്ള മരണം വരാം. ആ മരണം വരുന്നതിന്റെ മുമ്പ് മോനെ ഈ രക്തത്തിളപ്പ് എപ്പോഴും ഉണ്ടാവില്ല, ഈ മസിൽ പവർ എപ്പോഴും ഉണ്ടാവില്ല, ഈ ശക്തി എപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന്റെ മുൻപ് നീ വല്ലതും ചെയ്യണേ. ഇതും അല്ലെങ്കിൽ പിന്നെ നിനക്ക് വരാൻ പോകുന്നത് അവിദ്ദജ്ജാൽ ഫഇന്നഹു ശർറു ഗായിബിൻ യുൻതദർ. ഏതെങ്കിലും കള്ളത്വരീഖത്തുകാരോ ഏതെങ്കിലും ബിദ്അത്തുകാരോ നിന്നെ പറഞ്ഞ് പറ്റിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഏതെങ്കിലും വ്യാജ ശൈഖന്മാരെടുത്തോ, വ്യാജ ത്വരീഖത്തുകാരെടുത്തോ, വ്യാജ സിദ്ധന്മാരെ എടുത്തോ, അത്തരം ബിദ്അത്തുകാരെ എടുത്തോ നീ ചെന്ന് പെട്ടാൽ പിന്നെ നിനക്ക് ഒരിക്കലും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടൂല. എന്ത് പറഞ്ഞാലും പിന്നെ നീ കേൾക്കൂല, ഒരു ആലിമിനെയും പിന്നെ നീ അംഗീകരിക്കൂല, ഒരാള് പറയുന്നതും പിന്നെ നിനക്ക് ഇഷ്ടപ്പെടൂല. ഏതെങ്കിലും കള്ളത്വരീഖത്തിൽപ്പെട്ടവര് തിരിച്ചു പോന്നിട്ടുണ്ടോ? വ്യാജ ശൈഖന്മാരെടുത്ത് പോയവര് തിരിച്ചു പോന്നിട്ടുണ്ടോ? അവർക്ക് പിന്നെ ബോധം കിട്ടിയിട്ടുണ്ടോ? അത്തരം വല്ല ആളുകളെയും നീ കണ്ടുപെടും. അങ്ങനെ കണ്ടുപെടുന്നതിന്റെ മുമ്പ് നീ സൽക്കർമ്മങ്ങൾ ചെയ്തോ. സൽക്കർമ്മങ്ങളെ ബറക്കത്ത് കൊണ്ട് അത്തരം ആളുകളെ കണ്ടുപെട്ടാ തന്നെ നീ തകരൂല. അല്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് ഖിയാമത്ത് നാളാണ്. അത് വളരെ കയ്പും ഭീകരവുമാണ്. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഈ 6-7 കാര്യങ്ങളെ നിങ്ങൾക്ക് ഇനി വരാനുള്ളൂ. ഇതിന്റെ മുമ്പ് വല്ലതും ആഖിറത്തിലേക്ക് വേണ്ടി ചെയ്തു വെച്ചോ, റബ്ബിനെ ഭയപ്പെട്ടോ, തൗബ ചെയ്തോ, പൊറുക്കൽ തേടിക്കോ, അല്ലാഹനെ അറിഞ്ഞോ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ, ഈമാൻ ഏറ്റിത്തരട്ടെ, നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഉഖ്റവിയായ അലിമീങ്ങള്, മുതഅല്ലിമീങ്ങള്, അവരെ സ്നേഹിക്കുന്നവർ, അവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അണുമണി തൂക്കം ഈമാന് വർദ്ധിപ്പിക്കുവാൻ ഈ സദസ്സും ഈ വാക്കുകളും ഈ പ്രോഗ്രാമുകളുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ, ഈമാൻ ഏറ്റിത്തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇതൊക്കെ പറയാൻ തൗഫീഖ് തന്ന അല്ലാഹ്, കേൾക്കാൻ തൗഫീഖ് തന്ന അല്ലാഹ്, സംഘടിക്കാൻ തൗഫീഖ് തന്ന അല്ലാഹ്, സംഘടിപ്പിക്കാൻ തൗഫീഖ് തന്ന അല്ലാഹ്, ഇതൊക്കെ ഉപകാരം ചെയ്യുന്ന ഇൽമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ.